Page number 176, microscope. Listen, about 400 years ago, a father and his son ran a small optician's shop in Holland. One day, purely by chance, one of them happened to keep two different eyeglasses, one behind the other. Through these glasses, he saw a fly which appeared as big as lamb. It led him to develop a toy called flea glass, which became very popular with the children. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അത് വായിച്ചപ്പോ? എന്തെങ്കിലും? About 400 years ago, 400 വർഷങ്ങൾക്ക് മുന്നേ, father and his son ran a small optician shop in Holland. എന്താ ഒരു അച്ഛനും മകനും എങ്ങോട്ടേക്ക് ഓടുന്ന കണ്ടു? ഒപ്റ്റീഷ്യൻസ് ഷോപ്പിലേക്ക് പോകുന്നത് കണ്ടു. ഹോളണ്ടിലുള്ള ഒരു ഒപ്റ്റീഷ്യൻ ഷോപ്പിലേക്ക്, ആ ഒപ്റ്റിക്കൽസ് അതായത് ഗ്ലാസ് അല്ലെ കണ്ണടകളൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക്, ഹോളണ്ടിലെ ഒരു കടയിലേക്ക് ഓടിപ്പോകുന്ന അച്ഛനും മകനും പോകുന്നത് കണ്ടു. One day, purely by chance, one of them happened to keep two different eyeglasses on behind the other. ഒരു ദിവസം എന്ത് കണ്ടു? ബൈ ചാൻസിൽ അദ്ദേഹം കണ്ടു. എന്താ? Two different eyeglasses, രണ്ട് eyeglasses, one behind the other, ഒന്നിനെ പുറകെ ഒന്ന് വെച്ചിട്ട് അല്ലെ ഉപയോഗിക്കുന്നത് കണ്ടു. Through these glasses he saw a fly which appeared as big as lamb. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് ഗ്ലാസ് ഒന്നിന് പുറകെ മറ്റൊന്നായി വെച്ചത് കണ്ടപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അത് എടുത്തിട്ട് ഒരു ഫ്ലൈയിനെ നോക്കി. എന്ത് സംഭവിച്ചു? which appeared as big as lamb. അതൊരു ലാമ്പ് പോലെ പെട്ടെന്ന് നല്ല വലുതായി കാണാൻ തുടങ്ങി. It led him to develop a toy. അങ്ങനെ ഇത് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചു? ഒരു ടോയ് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചു. അതാണ് ഇത് flea glass, which became very popular with the children. ഇത് കുട്ടികളിൽ വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പൊ എങ്ങനെ അദ്ദേഹം മൈക്രോസ്കോപ്പിലേക്ക് എത്തിയെന്ന് നോക്കുക. About 400 years ago, a father and his son ran to a small optician shop in Holland. Then one day, purely by chance, he saw two eyeglasses, different eyeglasses, one behind the other. Through these glasses, he saw a fly. At that time, he felt that fly is very big. വലിയതായി തോന്നി. ആ ഫ്ലൈനെ വളരെ വലുതായി, as lamb. Then this incident led him to find or develop a microscope. ഇത് അദ്ദേഹത്തെ ഒരു പുതിയ മൈക്രോസ്കോപ്പ് എന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചു. In Italy, at that time, there lived a brilliant scientist called Galileo. He too made a flea glass after hearing about it, but called it a microscope. Not only did he see the fly magnified, but he could even observe that the fly had hair and nails. എന്താ പറഞ്ഞേ? എന്താ? In Italy, ആ സമയത്ത് ഇറ്റലിയില് there lived a brilliant scientist. ഇത് ഫ്ലീ ഗ്ലാസ് ഒക്കെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലേ? ഫ്ലീ ഗ്ലാസിന്റെ സഹായമൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്ലീ ഗ്ലാസ് ഒരു സാധാരണ ഗ്ലാസ് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചു. അതിലൂടെ നോക്കിയപ്പോ ഒരു ഫ്ലൈനെ നോക്കിയപ്പോൾ വളരെ വലുതായി തോന്നി. ഈ സമയത്ത് in Italy at that time there lived a brilliant scientist called Galileo. അങ്ങനെ ഇറ്റലിയിൽ ആ സമയത്ത് ഒരു വളരെ ബുദ്ധിമാനായ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രില്യന്റ് സയന്റിസ്റ്റ്. His name was Galileo. Clear? ഇറ്റലിയിലെ ഒരു ബ്രില്യന്റ് സയന്റിസ്റ്റ് ആയിരുന്നു ഗലീലിയോ. He too made a fire glass after hearing about it. ഇത് കേട്ട കഴിഞ്ഞപ്പം, ഈ ഒരു ഫ്ലീ ഗ്ലാസിന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പം ബ്രില്യന്റ് സയന്റിസ്റ്റ് ആയ ഗലീലിയോ ഇത് ഉണ്ടാക്കി, ഫ്ലീ ഗ്ലാസ് ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹം അതിനെന്താ പേര് കൊടുത്തത്? മൈക്രോസ്കോപ്പ്. അദ്ദേഹം അതിന് എന്ത് പേര് കൊടുത്തു? മൈക്രോസ്കോപ്പ്. Not only did he see the fly magnified, but he could even observe that the fly had hair and nails. അദ്ദേഹം എന്താ കണ്ടുപിടിച്ചേ? ഈ മൈക്രോസ്കോപ്പ് ഫ്ലീ ഗ്ലാസിന് മൈക്രോസ്കോപ്പ് എന്ന് പേര് കൊടുത്തു. മാത്രല്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചെന്നറിയോ? Not only did he see the fly magnified, but he could even observe that the fly had hair and nails. ആ ഫ്ലൈക്ക് അല്ലെങ്കിൽ ആ ശലഭത്തിന് അല്ലെങ്കിൽ ആ ഒരു ഈച്ചയ്ക്ക് എന്തുണ്ട്? നെയിലുണ്ട്, നഖമുണ്ട്, മുടിയുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ വരെ അദ്ദേഹം ആ മൈക്രോസ്കോപ്പിലൂടെ കണ്ടു. അപ്പൊ അത്രയും ചെറിയ കാര്യങ്ങൾ വരെ വലുതായി കാണിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്? മൈക്രോസ്കോപ്പ്. മനസ്സിലായോ? അപ്പൊ മൈക്രോസ്കോപ്പ് എന്നുള്ള പേര് ആരാ കണ്ടുപിടിച്ചത്? ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആളാരാ? ഗലീലിയോ. Then more powerful microscopes were made and scientists were able to observe and study minute germs which caused various diseases.
Once the germs were identified, scientists were able to discover medicines to destroy them. Today, the microscope is used to examine urine, stool, blood, etc. for the presence of germs. More powerful microscopes were made and scientists were able to observe and study minute germs. ഇന്ന് നമുക്കറിയാം, ഇന്ന് വളരെ പവർഫുൾ ആയ മൈക്രോസ്കോപ്പ് അല്ലെ. Powerful microscopes were used by doctors and scientists. These powerful microscopes used to find the minute germs in that. Clear? അതിലുള്ള ചെറിയ ജേംസിനെ വരെ കണ്ടുപിടിക്കാൻ ആർക്ക് പറ്റും? ഏത് ഉപയോഗിച്ച് പറ്റും? ഈ പവർഫുൾ മൈക്രോസ്കോപ്പിന് പറ്റും. അങ്ങനെ സയന്റിസ്റ്റ് ഓർ ഡോക്ടേഴ്സ് ഐഡന്റിഫൈ ദ ജേംസ്. അങ്ങനെ ജേംസിനെ കണ്ടുപിടിക്കുന്നു. ഓരോ രോഗങ്ങൾക്ക് കാരണമായ ജേംസിനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ട്രൈ ടു ഫൈൻഡ് ദ മെഡിസിൻ അല്ലെ. ട്രൈ ടു ഫൈൻഡ് ദ മെഡിസിൻ ടു കിൽ ദാറ്റ് ജേംസ്. Clear? Have you understood? Any doubt, anybody? No. So, powerful microscopes were used by doctors and scientists to find the minute germs in that. Then, after the finding, they tried to find the medicines for that. Medicines to kill that germs. But namukariam urine. Nowadays, these powerful microscopes used for examine urine, stool, blood, etc. to presence of germs. Urine മൂത്രത്തിലും അങ്ങനെയുള്ള രക്തങ്ങളിലൊക്കെയുള്ള ചെറിയ ചെറിയ ജേംസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വരെ ഈ പവർഫുൾ മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുക അല്ലെ. നമുക്കറിയാം നമ്മുടെ കൊറോണയിൽ എന്തടങ്ങിയിട്ടുണ്ട് അല്ലെ. കോവിഡ് കൊറോണ എന്നൊക്കെ പറയുന്നില്ലേ, അതിലെ ചെറിയ ഒരു ജേംസിനെ വരെ കണ്ടുപിടിക്കാൻ ചിലപ്പം, അല്ലെങ്കിൽ ഒരു ചെറിയ സാധനത്തെ വരെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഉപയോഗിച്ചിട്ട് എന്തായിരിക്കും? ഈ പവർഫുൾ മൈക്രോസ്കോപ്പ് ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള ജേംസിനെ കണ്ടുപിടിക്കും, അതിനുശേഷം അതിന് വേണ്ട മരുന്ന്. അങ്ങനെയല്ലേ ഇപ്പൊ നടന്നത് കൊറോണ അല്ലെ, COVID-19 എന്ന ഒരു സാധനത്തെ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് എന്ത്? അതിന് വേണ്ട മെഡിസിൻസ് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളം ആകാനായി. ഇപ്പോഴാണ് അതിന്റെ മെഡിസിൻസ് ഏകദേശം വാക്സിൻ ഒക്കെ എത്തി തുടങ്ങിയത്. ഓക്കെ, യെസ്. പിന്നെ അണ്ടർസ്റ്റുഡ്? May I take the next one? Other instruments? Can you follow me? പറ്റുന്നില്ലേ? Okay. Next one, other instruments. Many more instruments have been invented over the years. These instruments help doctors to identify and treat various diseases. There are X-ray and ultrasound machines to find out the condition of almost every organ inside our body. There are machines which use powerful rays to cut through tissues without the use of sharp instruments. ECG machines help to record the working of the heart. Other machines, other instruments ഏതൊക്കെയാ? നമ്മളിപ്പോ പറഞ്ഞു സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, മൈക്രോസ്കോപ്പ്. These are the instruments. Then other instruments, നമുക്കറിയാം X-ray. Can you hear? Sorry, did you hear about the X-rays or ultrasound scanning? അല്ലെ, X-ray machine, അതുപോലെ ultrasound machines. These are the other instruments. Clear? നമുക്കറിയാം കൈക്ക് ഒടിഞ്ഞു, അല്ലെങ്കിൽ നടുവിന് വേദന, അല്ലെങ്കിൽ ഷോൾഡർ വേദന, ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യാൻ ചെയ്യോ, എക്സ്റേ എടുക്കുകയാണ് ചെയ്യാ? എന്താ ചെയ്യാ? ഒന്ന് വീണു, പൊട്ടി, ഒരു എല്ല് പൊട്ടി, നമ്മൾ എന്ത് ചെയ്യും? we are going to consult a ortho doctor. ഒരു ഓർത്തോനെ കാണുക അല്ലെ, ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണും. Then he will suggest to take the X-ray of that part. Clear? അല്ലേ? ഡോക്ടർ സജസ്റ്റ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എക്സ്റേ എടുക്കുക. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ എന്തുണ്ട്? പൊട്ടലുണ്ട്, അല്ലെങ്കിൽ തേയ്മാനം ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം അകന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റേയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി if you feel a stomach pain, നമ്മൾ എന്ത് ചെയ്യും? we consult a doctor. Then he will suggest you can take a scanning. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യാ? ഒന്ന് സ്കാനിങ് ചെയ്യാം. അപ്പൊ വയറുവേദനയൊക്കെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ? അപ്പൻഡിക്സ് ആണ്, അല്ലെങ്കിൽ അൾസർ ആണ്, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ, വയറിനുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് സ്കാനിങ്ങിലൂടെയാണ് മനസ്സിലാകുക അല്ലെ.
These are the two other instruments, scanning and X-ray. Scanning machine, ultrasound scanning machine and X-ray machine. പിന്നെ നമുക്കറിയാം ഒരാള് ഒരു അമ്മ നമ്മുടെ അമ്മയൊക്കെ എന്താ നമ്മളെ അമ്മയൊക്കെയാണ് നമ്മളെ പ്രസവിച്ചത് അല്ലേ? പറയാം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുട്ടികളൊക്കെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു വാവയൊക്കെ വയറ്റിലുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ട് അറിയാം? സ്കാനിങ്ങിലൂടെയാണല്ലേ? അല്ലേ? കുറച്ച് അമ്മ ഡെലിവറി ഒക്കെ എടുക്കാറാകുമ്പോൾ സ്കാൻ ചെയ്യും ഡോക്ടർ. കുഞ്ഞിന് വലിപ്പമുണ്ടോ, കുഞ്ഞിന് തൂക്കമുണ്ടോ, കുഞ്ഞിന് വേറെ കുഴപ്പമുണ്ടോ അല്ലെ? അമ്മയുടെ വയറിലില്ല കുഞ്ഞാവ നല്ല ആരോഗ്യമുള്ള കുഞ്ഞാവയാണോ എന്ന് അറിയണമെങ്കിൽ സ്കാനിങ് ചെയ്തിട്ടാണ് ഡോക്ടർ പറയാം അല്ലേ? സ്കാനിങ് ചെയ്ത ഡോക്ടർ മനസ്സിലാവും കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ സ്കാനിങ്ങിലൂടെയാണ് മനസ്സിലാവുക. അപ്പൊ these are the other instruments, X-rays and ultrasound machines. Clear? Then next one, physicians and engineers have worked together to produce life-saving machines. One such machine is that heart-lung machine, which takes over the functions of the heart and lungs when they are unable to do their work. മറ്റൊരു മെഷീൻ ആണ് ഇത് heart-lung machine. heart എന്ന് പറഞ്ഞാൽ ഹൃദയം, lungs എന്ന് പറഞ്ഞാൽ ശ്വാസകോശം. അപ്പൊ ഹൃദയത്തിനും ശ്വാസകോശത്തിനൊക്കെ വല്ലതും പറ്റി നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഹൃദയത്തിനെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെ നമ്മുടെ ലങ്സിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഏത് മെഷീൻ ഉപയോഗിക്കുക? ഹേർട്ട് ലങ്സ് മെഷീൻ. ഹേർട്ട് ലങ് മെഷീൻ. ഹേർട്ട് ലങ് മെഷീൻ വിച്ച് ടേക്സ് ഓവർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഹേർട്ട് ആൻഡ് ലങ്സ്. ഈ ഹേർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ചാൽ നമ്മുടെ ഹേർട്ടിന്റെ പ്രോബ്ലംസ് അല്ലെ ഹേർട്ടിന്റെ ആക്ടിവിറ്റീസ്, ലങ്സിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയി അറിയാൻ പറ്റും. അപ്പൊ ഹേർട്ടിനും ലങ്സിനൊക്കെ എന്തെങ്കിലും ഡേഞ്ചർ സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹേർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ചാൽ ഹേർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ കറക്റ്റ് വർക്കിംഗ് അറിയാൻ പറ്റും. ക്ലിയർ? ദീസ് ആർ ദ അതർ ഇൻസ്ട്രുമെന്റ്സ്. മനസ്സിലായോ മക്കളെ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്ലിനിക്കൽ തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, other instruments. Other instruments are X-ray and ultrasound machines and heart lung machines. Heart lung machine. Okay. Clear? അടുത്ത എടുക്കട്ടെ. നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് നമ്മുടെ ചികിത്സ നടക്കുക? മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് the man who killed pain. Man who killed pain. എന്താ? വേദനേനെ കൊല്ലുക. തലവേദന വന്നു അല്ലെങ്കിൽ മേലുവേദന വന്നു, വേദനേനെ കൊല്ലുക അല്ലെ? തലവേദന വന്നാൽ നമ്മൾ എന്ത് കഴിക്കും? പെയിൻ കില്ലർ കഴിക്കും. പെയിൻ കില്ലർ ആ വേദനേനെ അവിടെ കൊല്ലുകയാണ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് ഈസ് ഡിസ്കവറി ഓഫ് ന്യൂ മെഡിസിൻ. പുതിയ മരുന്നിന്റെ കണ്ടുപിടുത്തം. തേർഡ് വൺ, വാക്സിനേഷൻ. കുത്തിവെപ്പ്. തേർഡ് വൺ, vaccination. Then last one, pasteurization. Next one, antisepsis. Okay, പറയാം. അതിൽ ഒന്നാമത്തത് the man who killed man. Listen, one evening in 1847, James Simpson was entertaining guests. The three guests were eagerly looking forward to the surprise cocktail Dr. Simpson had promised them. Soon a flask containing a clear fluid was passed around the table. The three guests were asked to inhale deeply from the flask. As soon as they did, they began to feel giddy. എന്താ മനസ്സിലായത്? വായിച്ചു നോക്കിയാട്ടെ. വലിയ കുട്ടികളായി, കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയണ്ടേ? എന്ത് മനസ്സിലാവുന്നത്? വായിച്ചു നോക്കിയേ. വായിച്ചിട്ട് എന്താ മനസ്സിലായെന്ന് മിസ്സിന് പറഞ്ഞു തരണേ.
ഹന്നയ്ക്ക് മനസ്സിലായോ എന്തെങ്കിലും വായിച്ചപ്പോ? എഡിന് മനസ്സിലായോ? കുറച്ച്. അത് അത്രയും കുറച്ച് മനസ്സിലായെങ്കിൽ അടുത്ത പാരഗ്രാഫ് വായിച്ചു നോക്കിയപ്പോ ബാക്കിയും കൂടെ മനസ്സിലാവും. നെക്സ്റ്റ് പാരഗ്രാഫ്. എല്ലാം മിസ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നാൽ മാത്രം പഠിക്കൂലേ? നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ആൻഡ് ഫൈൻഡ് ദ മീനിങ്. തനിയെ വായിച്ച് അതിന്റെ മീനിങ് കണ്ടുപിടിക്കാം. ഏഞ്ചലിന് മനസ്സിലായോ എന്തെങ്കിലും? ഏഞ്ചൽ എന്താ എഡ്വിനെ മനസ്സിലായത്? എഡ്വിൻ എന്തോ മനസ്സിലായിട്ടുണ്ട്. പറയും എഡ്വിൻ, പറ. അൺമ്യൂട്ട് ചെയ്തേ മോനെ എഡ്വിനെ. അൺമ്യൂട്ട് ചെയ്യ. ആന്നില്ല അല്ലേ? മിസ് ഓപ്ഷൻ തന്നു ഇല്ല? ഒന്നും കൂടെ. പറ്റുന്നുണ്ടോ എഡ്വിന്? ഇല്ല. ആരായിരുന്നു? മുഹമ്മദ് പറയുന്നുണ്ട്. മുഹമ്മദേ ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. മുഹമ്മദ് കെ. യെസ്, മുഹമ്മദിന് എന്ത് മനസ്സിലായി? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുഹമ്മദേ. അതർ ഇൻസ്ട്രുമെന്റ്സ് അല്ലേ? അതല്ല, അതർ ഇൻസ്ട്രുമെന്റ്സ് അല്ല. മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഫസ്റ്റ് വൺ, ദ മാൻ ഹൂ കിൽഡ് പെയിൻ. ഒരു മനുഷ്യന് പെയിന് വന്നു. ഒരു മനുഷ്യൻ പെയിനിനെ, വേദനേനെ എങ്ങനെ തടയാം? പറഞ്ഞോ. ഓവൺ ഈവനിങ്, ഒരു ദിവസം, വൺ ഈവനിങ്, ഒരു വൈകുന്നേരം, ഇൻ 1847, 1847 ഒരു ദിവസം വൈകുന്നേരം. എന്താ സംഭവിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി. മോന് മനസ്സിലായ കാര്യം. ഒരു ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ആള് ഒരു ഗസ്റ്റായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പെട്ടെന്നൊന്ന് തപ്പിത്തടയാ പെട്ടെന്ന്. എന്നാ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയേ എഡ്വിനെ. ഇല്ല. ഇല്ല. ഇനി വേറെ ആർക്കാ മനസ്സിലായത്? ഹന്നയ്ക്ക് മനസ്സിലായോ? ഹന്നയ്ക്ക് മനസ്സിലായോ? ഹന്നയ്ക്ക് മനസ്സിലായോ? ഇല്ല. ഗ്രേസിന് മനസ്സിലായോ? ഇല്ല. ഇപ്പൊ നോക്കാം. One evening in 1847, James Simpson was entertaining guests. The three guests were eagerly looking forward to the surprise cocktail Dr. Simpson had promised them. Soon a flask containing a clear fluid was passed round the table. The three guests were asked to inhale deeply from the flask. എന്താ ഇത്? ഒരു ദിവസം വൈകുന്നേരം 1847
ഒരു ദിവസം വൈകുന്നേരം ജെയിംസ് സിംസൺ എന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഗസ്റ്റിനെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്റർടൈനിങ് ഗസ്റ്റ്. ദെൻ അദ്ദേഹം അവരോട് പറഞ്ഞു, അവരോട് ഈ മാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൊല്ലാൻ പറ്റും, വേദനനെ കൊല്ലാൻ പറ്റുന്ന സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫ്ലാസ്ക് എടുത്തു. പെട്ടെന്ന് ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് ആ ഫ്ലാസ്കിൽ എന്തായിരുന്നു, ക്ലിയർ ഫ്ലൂയിഡ്, ക്ലിയർ ആയ ഫ്ലൂയിഡ് ആ ഫ്ലാസ്കിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് അവരിരുന്ന ടേബിളില്, ഗസ്റ്റിനെ എന്റർടൈൻ ചെയ്യുമായിരുന്നില്ലേ, എല്ലാവരും ചുറ്റും ഇരിക്കുകയായിരുന്നു. അപ്പൊ ടേബിളിന് ചുറ്റും അദ്ദേഹം അതൊന്ന് കുടഞ്ഞു. ആ ഫ്ലാസ്കിൽ ഉണ്ടായിരുന്ന ഫ്ലൂയിഡ്, ക്ലിയർ ഫ്ലൂയിഡ് അവരിരുന്ന ആ ടേബിളിന് ചുറ്റും കുടഞ്ഞു. കുടഞ്ഞപ്പോ എന്താ പറ്റി, ദ 3 ഗസ്റ്റ് were asked to inhale deeply from the flask. എന്നിട്ട് എന്താ പറഞ്ഞേ, ആ 3 ആൾക്കാരോടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാ, അതൊന്ന് ശ്വസിക്കുക. അദ്ദേഹം ഒരു ഫ്ലൂയിഡ് ടേബിളിന് ചുറ്റും ആക്കിയില്ലേ, മാത്രല്ല ഫ്ലാസ്ക് ഉണ്ടല്ലോ, ആ ഫ്ലാസ്കില് ഇത് നിങ്ങളൊന്ന് ഇൻഹെയിൽ ചെയ്യുക, അതായത് ഒന്ന് ശ്വസിക്കാൻ പറഞ്ഞു. ആസ് സൂൺ ആസ് ദേ ഡിഡ്, പെട്ടെന്ന് ഈ 3 ആൾക്കാരും നമ്മുടെ ജെയിംസ് സിംസൺ പറഞ്ഞതുപോലെ തന്നെ ആ ഫ്ലാസ്ക് അടുത്ത് പിടിച്ചൊന്ന് ശ്വസിച്ചു. ദേ ബെഗാൻ ടു ഫീൽ ഗിഡി, അവർക്ക് എന്തോ ഗിഡി പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. സഡൻലി, പെട്ടെന്ന്, എവരിതിങ് വെന്റ് ബ്ലാക്ക് ഫോർ ദം. വിത്തിൻ സെക്കൻഡ്സ് the 3 men were lying on the table unconscious. എന്ത് പറ്റി, ആ ഫ്ലാസ്കിലെ ആ ഫ്ലൂയിഡ് ശ്വസിച്ചപ്പം 3 പേർക്കും പെട്ടെന്ന് എന്തോ ഒരു തലകറക്കം പോലെ, അൺകോൺഷ്യസ് ആയി 3 പേരും എന്ത് ചെയ്തു, സെക്കൻഡുകൾക്കുള്ളില് ടേബിളിന്റെ മുകളിലേക്ക് വീണു. ഡോക്ടർ സിംസൺസ് മിക്സ്ചർ വിച്ച് ഹി കോൾഡ് ക്ലോറോഫോൺ. നമ്മുടെ ഡോക്ടർ സിംസൺ മിക്സ് ചെയ്തില്ലേ, ആ ദ്രാവകം എന്തായിരുന്നു, ക്ലോറോഫോം ആയിരുന്നു. എന്തായിരുന്നു, ക്ലോറോഫോം. ഹാർഡ് വർക്ക്. ഇറ്റ് വാസ് എ ന്യൂ ഡ്രഗ് which could relieve any feeling of pain. അപ്പൊ വേദനകളെ അല്ലെങ്കിൽ എല്ലാ ഫീലിംഗ് ഓഫ് പെയിനിനെ റിലീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നായിരുന്നു ഇത് ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മണപ്പിച്ച് എന്ത് ചെയ്യും, പെട്ടെന്ന് ബോധം കെട്ട് വീഴും. ആ സാധനം, ക്ലോറോഫോം എന്ന് പറയുന്ന ആ സാധനമായിരുന്നു ഡോക്ടർ സിംസൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. On 18th November 1847, the first operation using the new anesthetic was performed. It was a complete success. അങ്ങനെ 1847 നവംബർ 18 ആദ്യത്തെ ഓപ്പറേഷൻ, ആദ്യത്തെ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. എന്താ ഇത്, അനസ്തെറ്റിക് മീൻസ് അനസ്തേഷ്യ ചെയ്യാൻ നമ്മൾ പറയാറില്ലേ, എന്താ അത്, ബോധം കെടുത്ത, മയക്കുന്ന ആദ്യത്തെ ആ ഒരു ഓപ്പറേഷൻ 1847 നവംബർ 18 അങ്ങനെ ഡോക്ടർ സിംസൺ സാധ്യമാക്കി. മനസ്സിലായോ? അപ്പൊ എന്താ ക്ലോറോഫോം എന്ന് മനസ്സിലായോ? മനുഷ്യനെ മയക്കാൻ വേണ്ടി, ബോധം കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ക്ലോറോഫോം. അപ്പൊ നമ്മുടെ ഒരു ദിവസം 1847 ഒരു സന്ധ്യാസമയത്ത് ഒരു വൈകുന്നേരം ആയപ്പം നമ്മുടെ ഡോക്ടർ സിംസൺ അദ്ദേഹത്തിന്റെ ഗസ്റ്റിനെ ഒക്കെ കൂട്ടി എന്റർടൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചുറ്റും, അദ്ദേഹത്തിന്റെ 3 ഫ്രണ്ട്സ് ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫ്ലാസ്ക് എടുത്ത് ഫ്ലാസ്കിലെ ക്ലിയർ ഫ്ലൂയിഡ് ആ ടേബിളിന് ചുറ്റും കുടഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ, ഡോക്ടർ സിംസ് ആസ്ക്ഡ് them to inhale that air from the ഫ്ലാസ്കിലുള്ള ആ ഒരു എയർ ഒന്ന് ശ്വസിക്കാൻ പറഞ്ഞു. സഡൻലി ദേ ഡിഡ് ഇറ്റ്, പെട്ടെന്ന് തന്നെ 3 ആൾക്കാരും അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു. within few seconds they were lying on the table. എല്ലാവരും എന്ത് ചെയ്തു, ആ ടേബിളിലേക്ക് വീണു. അത് ശ്വസിച്ചൊരു നിമിഷ നേരങ്ങൾക്കുള്ളിൽ എല്ലാവരും ബോധം കെട്ട് വീണു, അൺകോൺഷ്യസ് ആയി. അദ്ദേഹം സിംസൺ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ദ്രാവകം എന്ന് പറയുന്നത് ക്ലോറോഫോം ആയിരുന്നു. ക്ലോറോഫോം എന്ന് പറയുന്നത് നമ്മുടെ മയക്കാൻ വേണ്ടി, അനസ്തെറ്റിക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്ലോറോഫോം. മനസ്സിലായോ? ഓക്കെ. അങ്ങനെ 18th November 1847 the first operation was finished. First operation using the new anesthetic was performed and it was successful. അങ്ങനെ കംപ്ലീറ്റ്, അദ്ദേഹം അത് സക്സസ് ആവുകയും ചെയ്തു. ഓക്കെ. ഇനി ആരാ വായിക്കാവുന്ന മൈക്രോസ്കോപ്പ് മുതൽ? ഷിസ ഫാത്തിമ, can you hear me?
മുഹമ്മദ് റിഹാൻ, മുഹമ്മദ് റിഹാൻ അൺമ്യൂട്ട് ചെയ്തേ. Yes, miss. പ്ലീസ് റീഡ്. More powerful. ആടുന്നോണ്ടിട്ടില്ല sir. അല്ല, മൈക്രോസ്കോപ്പ് മുതൽ. ആടുന്നു. About 400 years ago, a father and his son ran a small optician ഷോപ്പ്. optician shop. എന്താ ഒപ്റ്റീഷ്യൻ ഷോപ്പ് എന്ന് പറഞ്ഞാല്? കണ്ണടകളൊക്കെ വിൽക്കുന്ന കട അല്ലേ? വായിച്ചോ? ഒപ്റ്റീഷ്യൻ ഷോപ്പ് ഇൻ ഹോളണ്ട്. One day, purely by chance, Purely by chance, one day, of them, one day, purely by chance, one of them happened to keep two different eye glasses. One different eye glasses. One behind the other. Through these glasses, he saw a fly which appeared as big as lamb. It led him to develop a toy called the spyglass, which because very popular with the children in Italy at that time. A brilliant scientist called Galileo. He too made a flea glass after hearing about it, but called it a microscope. Did he see the fly magnified? But he could even observe that the fly had hair and nails. Okay, stop there, Mone. Please stop there. Shisa. Okay, you can read. More powerful made and scientists were able to observe and study minute germs. Minute means ചെറിയ. Minute germs with the which cause various diseases. Once the germs were identified, scientists were able to discover medicine to destroy them. Today the microbe is used to examine urine, stool, bone, etc. blood, etc. for the presence of germs. Okay, ഷിഷ. അതാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്, പവർഫുൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ചെറിയ ജേംസിനെയൊക്കെ, യൂറിനും ബ്ലഡും സ്റ്റൂളൊക്കെ പരിശോധിക്കുമ്പോൾ അതിലുള്ള ചെറിയ ജേംസിനെയൊക്കെ കണ്ടുപിടിച്ച് ഓരോ അസുഖങ്ങൾക്ക് കാരണമായ ജേംസിനെ കണ്ടുപിടിക്കും. അതിനുശേഷം ഈ ജേംസിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അവർക്ക് എന്ത് വേണം? ഡിസ്ട്രോയ് ചെയ്യണം, അതിനെ നശിപ്പിക്കണം അല്ലേ? സോ ദേ വിൽ ഫൈൻഡ് ദ മെഡിസിൻസ്. They will try to find the medicine to destroy that germs. Okay. എന്താ എഡ്വിനെ പറഞ്ഞോ മോനെ? എഡ്വിൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല.
ഉണ്ടോ? Okay, മക്കളെ. ഇപ്പം time is going to over. All of you read the lesson 3 times. You must read the lesson at least 3 times without fail. നിർബന്ധമായി 3 പ്രാവശ്യം വായിക്കുക. കാരണം ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. പുതിയ പുതിയ വേർഡ്സും മൈക്രോസ്കോപ്പ്, അതർ ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പം you must read the lesson 3 times without fail. Okay. When you read, please take the audio and send me the audio clip. Okay. Bye bye. See you.